ആരാ പുതിയ ആള്? എന്താ പറ്റിയത്? ചക്ക പറിക്കാൻ പ്ലാവുമ്മ കയറിയതാ. രാവിലെ വെള്ളോ? വീണുപോയി. ഈ പ്രായത്തില് ലേശം അടിച്ചിട്ടുണ്ടായിരുന്നു മറ്റേത്. അപ്പൊ പിന്നെ ലാഭം വീണാ പോരാ പറ്റിപ്പോയി. എന്താ കുട്ടി തരയുന്നത്? എന്താ തരയണേ? എന്തേ കാശ് പോയോ? പിന്നെ മൊബൈലോ? എന്താ പോയി? സ്വർണം പോയോ? പിന്നെ എന്ത് വരില്ല? ആരെ അച്ഛന്റെ വെല്ല് കാണാനില്ലാന്നോ? എന്താ ഈ പറയണത്? വെല്ലിവിടെ വെല്ല് പോവ് അല്ല. അപ്പൊ അത് അച്ഛറിഞ്ഞില്ലേ? അച്ഛനറിയാൻ പറ്റില്ല. അച്ഛന് ഷുഗർ കൂടിയിട്ട് കാല് മൊത്തം മരവിച്ചിരിക്കല്ലേ. ഇത് ആരെ മുറിച്ചെടുത്ത മതിയാണല്ലോ. ശരിയെന്നെ. ഇത് വെച്ചാല് കാലിന്റെ വിരലിന് സ്വർണ്ണം മോതിരിട്ടുണ്ടാവും, കള്ളം കൊണ്ടുണ്ടാവും. എന്താണ് മോളെ? അറിഞ്ഞിട്ടില്ല. ഒന്നുമില്ല കടന്നോളി. ഒന്നുമില്ല. അതെ കുട്ടി പറയണ്ടേ, പറയാണ്ട് എങ്ങനെയാണ് മൂപ്പരുടെ കാലല്ലേ. അതെ പേടിക്കാനൊന്നുമില്ല. നിങ്ങടെ കാലിന്റെ തള്ളവരലുണ്ടല്ലോ, അതിപ്പോ കാണാനില്ല. ഏത് കാലിന്റെ? അതെന്നെ മനസ്സിലായിട്ടില്ല. അത് പറഞ്ഞു കൊടുക്കൂ കുട്ടിയെ. ഈ കാലിന്റെ കാണാനില്ല, തള്ളവരല്. ഇവിടെ പറയുന്നുണ്ട് ഇവിടെ എലിശല്യം ഉണ്ട് എന്ന്. എന്റെ മുടിയിലെ ഒരു സൈഡ് ഉണ്ടോ സംശയം? അല്ല നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇവിടെ ആശുപത്രിക്കാരുടെ അടുത്തേ അവരടുത്ത് ചോദിച്ചു നോക്കുക. ഇതിപ്പോ സമാധാനിക്ക്. എന്താ വെച്ചാ ഈ വിരല് പോയിട്ട് മൂപ്പരത് അറിഞ്ഞിട്ടില്ല, വേദനയില്ലല്ലോ. ശരിയാണ്. ഇക്കൊക്കെ ഒരു വേണ്ടിട്ടല്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ല നമുക്കിപ്പോ ഇവിടെ അറിയില്ല, അറിയിപ്പിക്കാണ്ടോ. അപ്പൊ എന്താ വെച്ചാൽ കരഞ്ഞിട്ട് എന്താ കാര്യം? വെറുതെ നിങ്ങൾ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമൊന്നുമില്ല. മരിച്ചിട്ടൊന്നുമല്ല ചങ്ങായി. ആ ചങ്ങായിയുടെ കാലിന്റെ വിരല് കാണാനില്ല ഇപ്പൊ ഇവിടെ. വിരലേ എന്താ കുട്ടികൾ പറഞ്ഞ എങ്ങനെ വിരല് പോണത്? അതാ പറഞ്ഞ മൂപ്പന്റെ വിരല് എന്താ പോയി. ഇവിടെ ഇവര് പറയുന്നതാ. നോക്ക് അത് ആ കുട്ടിക്ക് തല കറങ്ങുന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഒന്നും പറയാൻ വേറെ വഴിയിൽ കൊണ്ടുപോയാൽ അല്ലാണ്ട് ആശുപത്രിയിലല്ല പണിക്ക്. അടച്ചു. ഞങ്ങൾ എന്താ വേണ്ട അതൊന്ന് പറയ്. നിങ്ങളൊരു കാര്യം ചെയ്യും. നിങ്ങൾക്ക് വലിയ പരാതിയാണെങ്കിൽ ആ സൂപ്രണ്ടിന് ഒരു പരാതി എഴുതി കൊടുക്കുക. ഈ ഒരു കടലാസില് ഒന്ന് എഴുതിയിട്ടേ അവിടെ കൊണ്ടുപോയി കൊടുക്കാം. അതെ. എന്താണ് എങ്ങനെയുണ്ട് നിങ്ങളുടെ ആശുപത്രി? ഇപ്പൊ മനസ്സിലായോ? അപ്പൊ അതന്നെ പറഞ്ഞേ. അല്ലാണ്ട് വിരല് പോയാൽ കുഴപ്പമില്ല, കാല് പോയാൽ കുഴപ്പമില്ല എന്ന് പറയല്ല വേണ്ടേ. അതെ എല്ലാവരും മറ്റേ കാലൊക്കെ ബെഡിന്റെ മുകളിൽ എലീനെ പിടിക്കാൻ നോക്ക്. അതൊക്കെ ഞങ്ങൾ സൂക്ഷിച്ചോളാം. ഒരു ആശുപത്രിയിൽ എലി കിടക്കുന്ന സ്ഥലമല്ലല്ലോ, ആൾക്കാർ കിടക്കുന്ന സ്ഥലമല്ലേ. സാധനങ്ങൾ അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്റെ വിരൽ നോക്കട്ടെ. ഉണ്ണിയേട്ടാ ഒരു പരാതി. ഇല്ല എന്റെ കറക്റ്റ് ഉണ്ട്, 10 ഉണ്ട്. അതെ ഈ ഒരു പേപ്പറിൽ ഒന്ന് എഴുതിയ ചങ്ങായി ഒന്ന് എഴുതി. എഴുതാറിയില്ല. സിസ്റ്റർ പറയൂ. എങ്ങനെ 21-ലോ? ഞാൻ അന്വേഷിച്ചിട്ട് അങ്ങോട്ട് വിളിക്കാം. സത്യശീല 21-ാമത്തെ വാർഡില് ചോർച്ചയുണ്ടെന്ന് പറഞ്ഞിട്ട് താനത് ക്ലിയർ ചെയ്തില്ല. എന്റെ പൊന്ന് സാറേ, ഇത് ആരെങ്കിലും വിളിച്ചങ്ങ് ചെയ്യിപ്പിച്ചാ പോരെ? അതങ്ങനെ ആരെങ്കിലും വിളിച്ച് ചെയ്യിക്കും? കഴിഞ്ഞ പ്രാവശ്യം മെയിൻ്റെനൻസ് ചെയ്തപ്പോൾ തന്റെ വേണ്ടപ്പെട്ട ആരോ അല്ലേ അത് വർക്ക് എടുത്ത് ചെയ്തത്? അതെ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. പ്രശ്നം ഉണ്ടായില്ല. 6 മാസം പോലും ആയില്ല, വീണ്ടും ചോരാൻ തുടങ്ങിയത്. മഴ പെയ്താ ചോരൂല്ലേ? അപ്പൊ അതാണ് പ്രശ്നം. മഴ പെയ്താ ചോരും. സാറ് സൂപ്രണ്ടല്ലേ, സാറെ വിളിച്ച് പറ. എന്തോ ആരെങ്കിലും വിളിച്ചത് നന്നാക്കാൻ പറ സാറേ. ഞാൻ ആരാന്ന് പറഞ്ഞു? സൂപ്രണ്ട്. അത് തനിക്ക് ബോധമുണ്ടല്ലോ. ചില സമയത്ത് തന്റെ സംസാരമൊക്കെ കേട്ടാ താൻ സൂപ്രണ്ട്, ഞാൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ആണെന്ന് തോന്നുമല്ലോ. എൻട്രൻസ് എക്സാമിലെ 10 റാങ്ക് തനിക്ക് എന്നെക്കാളും മുന്നിലുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ സൂപ്രണ്ട് അല്ലാതെ ഒന്നും ആവൂല കേട്ടോ. അത് സാറ് നല്ല ബോധ്യമുണ്ടല്ലോ. തനിക്കാ ബോധം ഉണ്ടായാൽ മതി. ബുദ്ധി വേണം തലയ്ക്കകത്ത്, ബുദ്ധി. എന്നാലേ സൂപ്രണ്ട് ആവാൻ പറ്റൂ. അല്ല അതിന്റെ അസൂയൊന്നും വെച്ചിട്ട് ചുരുക്ക് തീർക്കരുത്. പൈസ ഉണ്ടെങ്കിൽ ഏത് കോമാളിക്കും സൂപ്രണ്ട് ആവാം. ഒന്നുമില്ല.
സാർ നമസ്കാരം. നമസ്കാരം. എന്താ ഒരു പരാതി ഉണ്ട്. പരാതിയൊക്കെ കണ്ടോളൂ. പരാതിയല്ലേ? അത് ഡെപ്യൂട്ടി സൂപ്രണ്ടല്ലേ കൊടുക്കണ്ടേ? സൂപ്രണ്ടിന്റെ അടുത്താണ് പരാതി പറയേണ്ടത്. അവിടെ പറഞ്ഞോളൂ. നിങ്ങളിപ്പോ ആരെങ്കിലും ഒരാൾ ഇതൊന്ന് കേൾക്കുക വാങ്ങുന്നത് സൂപ്രണ്ടിന് ഇപ്പൊ തന്നെ ഒരുപാട് ഭാരിച്ച ജോലികളുണ്ട്. എന്താണ് പ്രശ്നം? എന്റെ അച്ഛന്റെ വിരല് കടിച്ചെടുത്തു സാറേ. എന്ത് പണിയാടോ കാണിച്ചത്? ഞാനില്ല. നിങ്ങൾ പറഞ്ഞു കൊടുക്ക, എലി കടിച്ചതാണ്. എലിയോ? എന്താ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എലിയില്ലേ? നോച്ചക്കം പോലത്തെ അങ്ങനത്തെ എലി. ഈ ആശുപത്രിയിൽ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല. നിങ്ങൾ എന്താ നുണ പറയുകയാണോ? അയ്യോ നുണയല്ല സാറേ. ഞങ്ങളുടെ 17-ാം വാർഡിൽ എലിയുണ്ട്. ഞങ്ങളുടെ സേഫിന്റെ ഉള്ളിൽ നിന്ന് അത് ഇറങ്ങി ഓടിയത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. നിങ്ങൾ ആ സാറിനെ നോക്ക്. എന്താണ് ആ സാറിനെ മോത്തിക്കാൻ നോക്ക്. നിങ്ങൾ അറിയോ? അത് മന്മഥ സാറ് എന്നെക്കാട്ടിലും 10 റാങ്ക് പിന്നിലായിട്ടും ഇവിടുത്തെ സൂപ്രണ്ടായി. ആ സാറ് സൂപ്രണ്ടായിട്ടുള്ള ഈ ആശുപത്രിയിൽ എലി വരില്ല. എലിയെ കാണാനേ തരവില്ല. മൂപ്പരെന്താ പൂച്ചയല്ല, പുലി. അല്ല നിങ്ങളിപ്പോ ഇതിനൊരു തീരുമാനം എടുക്കുന്നുണ്ട് സാറന്മാരെ. സാർ ഇനി നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസം ആവണില്ലെങ്കിൽ ഇവിടുത്തെ മണ്ടോദര സിസ്റ്ററിനെ സുഗത സാറിനെ വിളിച്ച് ചോദിക്കും. അവര് കണ്ടതാ. അവര് കണ്ടാണ്. നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഞങ്ങളും കണ്ടു, അവരും കണ്ടു. വിളിച്ചു ചോദിച്ചോക്കെ സാർ. സുഗതനെ വിളിച്ചു ചോദിച്ചു. സുഗത, അതെ ഈ 17-ാം വാർഡിൽ എലി ഉണ്ടെന്ന് പറയുന്നവര് എലി ഉണ്ടോ? എലിയാണെന്ന് ഉറപ്പില്ല സാർ. പിന്നെ എന്താ പിന്നെ നിങ്ങളെ എലിയിലെ കണ്ടല്ലേ? കണ്ടില്ല, ഉറപ്പില്ലെന്ന് പറഞ്ഞു. അല്ല, ഇവര് ബഹളം വെച്ചപ്പോ ഞാൻ നോക്കുമ്പോ ഒരു വാല് ഞാൻ കണ്ടു സാറേ. ആ എലിയുടെ വാല് അരണയുടെ ആണോ ഓന്തിന്റെ ആണോ എന്നറിയില്ല. പാമ്പിന്റെ വാല് പോലെ ഇങ്ങനെ ഇഴഞ്ഞു എലിയാന്ന് തോന്നുന്നു. ഇറങ്ങി പോണത് എന്തായാലും എലിയല്ല. എന്താ നിങ്ങൾ പറഞ്ഞു? നിങ്ങൾ എലി പറഞ്ഞിട്ട് 4 ചാട്ടം ചാടിയത് ഞങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട്. അല്ല, നിങ്ങൾ എലി പറഞ്ഞ് ചാടിയപ്പോ ഞാൻ നോക്കിയപ്പോ ഇങ്ങനെ ഒരു വാല് മാത്രമേ കണ്ടുള്ളൂ. ഇത് എലിയല്ല, ഓന്താ. ഒരു കാര്യം ചെയ്യ് സുഗത, 17 വാർഡിലുള്ള എല്ലാവർക്കും കൈയുറയും കാലുറയും കൊടുത്തേക്ക്. ശരി സുഗത, നീ കയ്യോടെ കാലം തിരിച്ചിട്ട് എന്താ കാര്യം? അല്ല, അപ്പൊ കാലിൽ അപ്പൊ എലി കടിക്കില്ലോ. എടാ, മൂക്കിനാ കടിച്ചെന്ന് എന്ത് ചെയ്യും? മൂക്കിൽ കടിക്കാൻ മുഖം മൂടി ഇടും. അപ്പൊ ചെവിക്ക് കടിച്ചാലോ? ഹെൽമെറ്റ് വെക്കും. ഈ വരുന്ന രോഗികളോടൊക്കെ ഹെൽമെറ്റ് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയണം. വേണ്ടി വന്നാൽ അതും പറയും. എന്റെ സാറുമാരെ ഇതിപ്പോ എവിടെ വെച്ചാ കളിക്കട്ടെ. നിങ്ങൾ ഈ കുട്ട കാര്യത്തിനൊരു തീരുമാനം എന്താ? നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എലിയെ പിടിക്കാനുള്ള സംവിധാനം ചെയ്യാം. അത് ചെയ്താൽ മതിയല്ലോ. അത് ചെയ്യേ. എന്തോ മണ്ടത്തരം ഒപ്പിക്കാൻ പോവാ. ഹലോ, സ്റ്റോർ മാനേജർ അല്ലേ? ഞാൻ ഡെപ്യൂട്ടി സൂപ്രണ്ടാ സത്യശീലൻ. നമുക്ക് 2 എലിമഞ്ച വാങ്ങിക്കണം. എലിമഞ്ച? എലിക്കണി എലിയെ പിടിക്കാനുള്ള കണി. എലി വില്ല്. എന്റെ പൊന്ന് സാറേ മിണ്ടാണ്ടിരിക്കും. എലിക്കണി 2 വാങ്ങിച്ചോ. അതെ, 2 വാങ്ങിക്കഴിഞ്ഞു. ഒന്ന് നമുക്ക് എൻട്രൻസിനും വെക്കാം, ഒന്ന് നമുക്ക് വാർഡിനും കൊടുക്കാം. ശരി, എലിക്കണിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇനി എലി വരില്ല. സാറേ, നിങ്ങൾ എലിനെ പിടിക്കോ പിടിക്കാതിരിക്കോ എന്തെങ്കിലും ചെയ്തോ? എന്റെ അച്ഛന്റെ വിരല് നഷ്ടപ്പെട്ടു. അതിന് ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടുമോ? അതെ, ഇതിപ്പോ നമുക്ക് ആദ്യം എലിയാണോ എന്താണെന്നുള്ളത് ഒന്ന് സ്ഥിരീകരിക്കണം. എലിയാണ് സാറേ എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഞങ്ങൾക്ക് കൂടെ അത് ഉറപ്പാവണമല്ലോ. അപ്പോൾ എലിയാണ് കടിച്ചതെങ്കിൽ ഞാൻ മേളിലേക്ക് എഴുതി അയച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം മേടിച്ചു തരാനുള്ള വഴി ഉണ്ടാക്കാം. എലി കടിച്ചതിന് നഷ്ടപരിഹാരം കിട്ടൂല സാറേ. സാർ എന്തിനാണ് വെറുതെ ഈ പാവകളെ പറ്റിക്കാൻ നിൽക്കുന്നത്? എന്ത് താൻ പറയാണ്ട് സൂപ്രണ്ടായി എനിക്കറിയാം. അതിന് നഷ്ടപരിഹാരം കിട്ടാൻ വകുപ്പുണ്ട്. അല്ല, കിട്ടൊക്കെ വാങ്ങിച്ചോ. കിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ കയ്യിൽ നിന്ന് കൊടുക്കും. എന്നാ പിന്നെ അത് കൊടുക്ക സാർ, അതിന് പൊക്കോട്ട്. സമയമാകുമ്പോൾ ഞാൻ കൊടുത്തോളാം. അതെ, നിങ്ങൾ തൽക്കാലം പോകും. ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ കേട്ടാ. കേട്ടോ, പരാതി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കായി ഒരു പൂജ ചെറുപ്പം മുതലുള്ള പൂജ അതിനായാലും ചെയ്തു. സാറേ ഈ എലിക്കണിയില് എലി കുടുങ്ങിയിട്ടെങ്കിൽ നമ്മ തെറ്റുകാരാവുക. ഉറപ്പാവട്ടോ ആവുമല്ലേ? അങ്ങനെ ആയാലും അല്ല സാറേ, നമ്മ കംപ്ലൈന്റ് വരില്ലല്ലോ. ഒരു കാര്യം ചെയ്തോ, ഇപ്പൊ കംപ്ലൈന്റ് നിൽക്കണ്ട. ഇപ്പൊ എത്രയും പെട്ടെന്ന് സ്ഥലം വിട്ടോ. ഞാനത് ഉണ്ടായിനി, ഞാൻ പോയിക്കോളാം. കാണിച്ച ഭയങ്കര മണ്ടത്തരമാണ്. എന്താണ് വിട്ടത്? ഒരു പാമ്പാട്ടി ഒരു മകുടിയും കൂടെ വിളിച്ച് കട്ടലിലടിയിട്ട്. അതെന്തിനാ? പാമ്പാണെങ്കിലോ ചിലപ്പോ പാമ്പാണെങ്കിൽ എഴഞ്ഞ് വന്നിട്ട് അതിന്റെ ഉള്ളിൽ കയറിക്കോളും. എലിക്കണിയിലോ പാമ്പ് കയറും അല്ലേ? അപ്പൊ അതിന്റെ വാതിലും കടയും. ചുമ്മാ അല്ല, താ ഇപ്പോഴും ഡെപ്യൂട്ടി സൂപ്രണ്ടായിട്ടിരിക്കണം. എനിക്ക് ഇങ്ങനെ ഇരുന്നാ മതി. മണ്ടൻ സാർ, അപ്പൊ എലിക്കണി എലിക്കണി വരും. അപ്പൊ ഞാൻ തേങ്ങ കൊത്തോ അല്ലെങ്കിൽ ഉണക്കമീൻ എന്തെങ്കിലും കിട്ടും. ഒന്ന് വാർഡിലും വെച്ചോ, ഒന്ന് മറ്റാ പിന്നെ എൻട്രൻസിൽ വെക്കും. രോഗികൾ കിടക്കുന്നിടത്ത് ഈ സാധനം കൊണ്ട് വെക്കണത് വലിയ ഭവിഷ്യത്ത് അനുഭവിക്കേണ്ടി വരും. എന്ത് ഭവിഷ്യത്തെന്ന്? അത് അനുഭവിക്കുമ്പോ പഠിക്കും താൻ.
എലിക്കണിയിൽ പെട്ടിന്റെ വിരലെല്ലാം പോയി. ഞാൻ തബലിസ്റ്റാണ്. ഞാൻ എങ്ങനെ ജീവിക്കണ്ട് സാറേ? എനിക്കൊരു 50 ലക്ഷം റുപ്യ നഷ്ടപരിഹാരം തരണം. അയ്യോ അതിലേക്ക് ആളുതാ സാറാ. നഷ്ടപരിഹാരം കൊടുക്ക്. എന്റെ പൊന്നു സാറേ, വെറുതെ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയരുത്. ഇത് ആ സാറ് തരും ഈ സാറ് തരും എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ പാവങ്ങളെ പറ്റിക്കാൻ നിൽക്കുന്നത്? ഇതിപ്പോ ഈ എലിപ്രശ്നം മന്ത്രി വരെ അറിഞ്ഞിട്ടുണ്ട്. അതിനു മുമ്പേ പത്രക്കാരറിഞ്ഞു. എങ്ങനെ പത്രക്കാരറിഞ്ഞു? എങ്ങനെ അറിഞ്ഞു? അതാണ്ട് ഇതുപോലുള്ള മണ്ടത്തരങ്ങൾ കാണിക്കുമ്പോൾ ജനങ്ങളും പത്രക്കാരും ഒക്കെ അറിയും. സാറാണ് ഈ സ്ഥാപനത്തിന്റെ സൂപ്രണ്ട്. സാർ അറിയാതെ ഒരു വാർത്തയും പുറത്തു പോകാൻ പാടില്ല. അതറിഞ്ഞൂടെ? എന്തെങ്കിലും കുരിശ് വരുമ്പോൾ ഞാൻ സൂപ്രണ്ട്. മന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചു പറഞ്ഞെങ്കിൽ എന്താ അറിയാമോ? അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ. കൊടുത്തോ? കൊടുത്തോ? സാറുമാരെ ഇങ്ങനെ തർക്കിച്ച് ഇങ്ങനെ നേരം കളയാണ്ട് ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടെത്താൻ പറ്റുമോ നോക്കുക. ഇതിനിപ്പോ ഒരു പരിഹാരം എന്ന് പറഞ്ഞാൽ 17ാമത്തെ വാർഡിൽ HOD വരും. ആരോടി വരുന്നത്? HOD മൊയ്തു സാർ വരും. സാറ് വന്നിട്ട് ഇതിനെ കുറിച്ച് അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് തരും. അതിനുശേഷം നമുക്ക് വേണ്ട നടപടികൾ ചെയ്യാം. നടക്കില്ല കഴിച്ച അല്ല കയ്യ എലിക്കണി വെച്ച് കളയുകയും ചെയ്ത് പൈസ കിട്ടില്ല. ഒരാശുപത്രി സൂപ്പറുണ്ടാവാനേ ബുദ്ധി വേണം, ബുദ്ധി. ഇതുപോലെ മണ്ടത്തനങ്ങൾ കാണിക്കരുത് കേട്ടോ. എലി മഞ്ചം എന്തായിരുന്നു? 2-3 വെച്ചിട്ടാണോ സൗകര്യം ഒപ്പിടും? എനിക്ക് സൗകര്യം ഇല്ലെങ്കിലോ? ഇല്ലെങ്കിൽ ഞാനിടാ. ഇട്ടോ. തന്റെ ആഗ്രഹം തന്നെ. എനിക്ക് ഈ കസേര ഇരിക്കണം, അതല്ലേ തന്റെ ആഗ്രഹം? എന്റെ പൊന്ന് സാർ, അതാ ഒപ്പം കിടതിനകത്ത് ഞാൻ ലാസ്റ്റ് ആ പേപ്പർ വെച്ചത് കണ്ടൂടെ? ഇത് ശരി. അപ്പൊ ഗാനമേളന് പാട്ട് പാടലാണ് ഇപ്പൊ എനിക്ക് പണി. പാട്ട് പാടല്ല, മെയിൻ തബല വായിക്കല്. അതെന്താ സാധനം? തബല മറ്റേ കൊട്ടുന്ന വായിക്കണ പുസ്തകം, പാട്ടുപുസ്തകം. പാട്ടൂസല്ലാന്ന് ഒന്ന് പറഞ്ഞു കൊടുത്ത. ആ കൊട്ടണത് ചെണ്ട. ചെണ്ട ആ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ അങ്ങനെ. അപ്പൊ അങ്ങനത്തെ സാധനം. ശരി. പക്ഷെ പരിപാടിയിൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞു എന്നോട്. ശരി. ആദ്യമായിട്ട് പാടുന്നതാണ്. ജനങ്ങൾ ഭയങ്കര നല്ല ഓഡിയൻസ്. ഗാനങ്ങൾ അടിപൊളിയായി എല്ലാം പിരിയാൻ വേണ്ടി അവസാനം. അപ്പൊ ഞാനും പറഞ്ഞു ആയിക്കോട്ടെ, ഇപ്പൊ ഒരു അവസരം കിട്ടുന്നല്ലേ. അങ്ങനെ ഞാൻ പാടിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു പാട്ട് പാടിപ്പോയി. അത് കുറച്ച് നല്ല ശാസ്ത്രീയ സംഗീതത്തിലെ പാട്ട്. ഫസ്റ്റ് തന്നെ കല്ലേറി വീണു. പിന്നെ അനുമോദനം എന്നാ പറയുന്നവര്. അതിന്റെ പിന്നെ പുറത്ത് പറയില്ല. അത് എന്തിനാ പാടാൻ പോയത്? അതൊക്കെ അറിയണ പണി ചെയ്താ കൂടായിരുന്നോ? നമ്മളെല്ലാം മനസ്സൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാവില്ലേ ഒരു പാട്ട് പാടണമെന്നല്ല ഇല്ലേ? ഇത് താഴ്ത്തി വെച്ചാ കൊറ്റിരിക്കണ മാതിരിയാ നിക്കണത്. എന്താ ഒരു കൊറ്റിരിക്കണ മാതിരി പാടാവരപ്പത്ത് ചെക്കന് കളിക്കാൻ കൊടുക്കാൻ. വേറെ ഇത് എങ്ങനെ കഴിഞ്ഞിട്ട് പോവാ നീ വെച്ചാ തലയുടെ കൊട്ട്. ഇത് ഇനി 2 ആഴ്ച കഴിയണം പോണെങ്കിൽ. എവിടെ ചെന്നല്ല എനിക്ക് കണി തന്നെ. അവിടെ ഗാനമേളക്കാരുടെ ഇവിടെ എലിക്കണി. ആരെവിടെ എലി കടിച്ചെന്നൊക്കെ പറഞ്ഞു? എവിടെയാ കടിച്ചത്? നല്ല കടിയുള്ളൂ. അല്ല, എലി തന്നെയാണോ കടിച്ചത്? ഉറപ്പാണോ? ഇത് പെരിച്ചായി കടിച്ച മാതിരി ഉണ്ടല്ലോ. എലി കടിച്ചിട്ടാണ് ഇവിടെ അഡ്മിറ്റ് ആയത്? അല്ല, ഇവിടെ വന്നതിന് ശേഷം എലി കടിച്ചത്. അതിന് മുമ്പ് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഒരു കുഴപ്പമുണ്ടായില്ലേ? പിന്നെ എന്തിനാ ഇങ്ങോട്ട് പോകുന്നത്? അതല്ല, അച്ഛന് ഷുഗർ ഉണ്ടായിരുന്നു. ഷുഗർ കൂടി പറയ്. അതിന് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോഴാണ് എലി കടിച്ചത്. ഇവിടെ നിറയെ എലികളുണ്ട്. ഉണ്ടോ? നിങ്ങൾ ശരിക്കും കണ്ടിക്കണോ? ശരിക്കും കണ്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു എലി ഇറങ്ങി. ഇവരൊക്കെ കണ്ടല്ലോ. ശരി. വേറെ ആർക്കൊക്കെ കംപ്ലൈന്റ് ഉള്ള? ഇനി വേറെ ആർക്കും കംപ്ലൈന്റ്? നിങ്ങൾക്ക് എന്താ കംപ്ലൈന്റ്? ഇക്കെന്ത് കംപ്ലൈന്റ്? അങ്ങനെ അടുത്തൊരു കംപ്ലൈന്റും പറഞ്ഞല്ലോ. നിങ്ങളെ എലി കടിച്ചിനോന്നാ ചോദിക്കണേ. എലിയൊന്നും എന്നെ കടിച്ചിട്ടില്ല. ഇന്നെന്തിനാ എലി അടിക്കണം? നിങ്ങൾ കണ്ടിക്കണോ പാടില്ല എലീനെ? എലിനെ ഞങ്ങൾ കണ്ടു. പിന്നെ പന്ന് കണ്ടില്ല. അപ്പൊ നിങ്ങളൊക്കെ കണ്ടില്ല? ഇവരൊക്കെ കണ്ടല്ലോ. അതിനെ തല്ലിക്കൊന്നൂടെ? ഞങ്ങളിവിടെ എലിനെ തല്ലി കൊണ്ടാൻ വന്നേക്കല്ല, ചികിത്സക്ക് വന്നേക്കല്ലേ. അല്ല, ഈ ഒരു എലി തന്നെയാണോ വീണ്ടും വീണ്ടും വരുന്നത്? അല്ല, ഒരുപാട് എലി ഉണ്ടോ? അതൊന്നും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ല. ഒരു എലീനെ കണ്ട് അതെന്നാണോ പിന്നെയും പറഞ്ഞത്, അതോ ഇനി വേറെ ഉണ്ടോന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ അത് വരുമ്പോ അതിന്റെ മേലെ എന്തെങ്കിലും ഒന്ന് ചോക്കോണ്ടിട്ടൊന്ന് പറഞ്ഞിട്ടാ പോരെ? അപ്പൊ അറിയില്ലേ? എലിയുടെ മോളോ? ഞങ്ങളൊരു പ്രശ്നമായിട്ട് ഇവിടെ വന്നിരുന്നോളി. എലിയുടെ മേത്ത്. അല്ലാണ്ട് നിങ്ങളെ കൂടെ ആരാളെ ഇവിടെ? കൂടെ ആരുമില്ല, ഞാൻ ഒറ്റക്കന്നെ. ആരും ഉണ്ടാവില്ല. ഇതെന്താ പറ്റി? സാറേ എലിക്കണിയില് ഓക്കെയാണോ എലിക്കണിയിൽ കൈയിട്ടാണ്? എന്തിന്റെ സൂക്കേടോട് നമുക്ക് എലിക്കണിയിലൊക്കെ പോയി കൈയിടാൻ? അയാൾ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല. അതല്ലേ സാറേ, ഫോണ് കാണുന്നില്ല, കറണ്ടും ഉണ്ടായിട്ട്. അപ്പൊ ഞാൻ തപ്പി പോകുമ്പോ അതില് ഒന്ന് കൈ പെട്ടുപോയി. അപ്പം കടിച്ചിരുന്നു. അപ്പൊ ഫോൺ എലിക്കണിന്റെ ഉള്ളിലെ വെച്ചിന്? എലിക്കണിയിൽ അതിന്റെ പരുവത്തോടെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ. ശ്രദ്ധിക്കണ്ട. നിങ്ങൾ ചെറുപ്പം തലക്കം തല്ലി അടിച്ച? തലക്കല്ല, അത് ഗാനമേളയിലേ ചെണ്ട കൊട്ടണ ആളാ. അല്ലല്ല, തബല. തബല കൊട്ടുന്നതിന് തലക്ക് പറ്റി? അത് ഒന്നും പറയാണ്ടല്ല സാറേ. സാറേ, നിങ്ങൾ ഇതൊക്കെ സംസാരിച്ചോണ്ട് നിൽക്കാതെ ഞങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. ഞങ്ങൾക്ക് നഷ്ടപരിഹാരം കിട്ടും. ഒരു വിരല് പോയി. പെങ്ങളെ ഈ നഷ്ടപരിഹാരം തരണമെന്ന് നമ്മളല്ല, അതൊക്കെ മന്ത്രിസഭയെന്ന് ഒരു തീരുമാനിച്ചിട്ട് ചെയ്യണോ? നമ്മളിതിപ്പോ റിപ്പോർട്ട് അയക്കാൻ വേണ്ടിട്ട് വന്നാണ്. സിസ്റ്ററെ, ഈ എലി ഏത് വഴിയാ ഇതിന്റെ അകത്ത് കേറണേന്ന് വല്ലതും അറിയാമോ? അതിനിപ്പോ വല്ല CCTV ക്യാമറ വെക്കേണ്ടി വരും. ഇവിടെയോ? അതൊന്നും നടക്കൂല. പോണ വഴി അറിയാം സാർ. അതില്ല. അത് ആ
സൈഡിൽ കൂടെ അങ്ങനെ ബാത്റൂമിന്റെ അങ്ങനെ പോണ വഴി കിട്ടിയിട്ട് പോണ കാര്യമില്ല. വഴി കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് കേറുന്ന വഴി തിരിയണം. അത് എഴുതി വെച്ചോ. തോന്നലേക്കും ചിലപ്പോ എലി നയിക്കൂല. വിരല് പോയതും തോന്നലന്നെ, ഇപ്പൊ തോന്നലന്നെ. അല്ല എലി മാത്രല്ലല്ലോ, വേറെ പല സാധനങ്ങളുണ്ട്. നിങ്ങൾ എലി എലി എന്ന് തന്നെ പറയുന്നോണ്ടാണ്. അല്ല ഇനിയിപ്പോ ഇടക്ക് പുലിന്നും പറയാ. ഇപ്പൊ വന്നത് എല്ലിന്ന് ഒരു പ്രാവശ്യം പറഞ്ഞു. അതിൽ നമുക്ക് പറ്റുന്നത്. എന്റെ പേര് കോയ. ചിലപ്പോ ഡിസ്ചാർജ് ഇത് വിട്ടാലും വരും, തിരിച്ചു വരും. ഞാന് മാസത്തിൽ 1-2 തവണ ഇവിടെ ഉണ്ട് സാറേ. ഞാൻ ശങ്കരൻകുട്ടി ഡോക്ടർ ഇല്ലേ, ആ മൂപ്പര പറഞ്ഞു പോയിക്കാ, ഇവിടുന്ന് ബ്രെഡും മുട്ടയൊക്കെ ഓറഞ്ചും ഒക്കെ ഫ്രീ കിട്ടുന്നുണ്ട്. വെറുതെ തരണല്ല, അവിടെ അഡ്മിറ്റ് ചെയ്തോണ്ട് തരണ. അത് തിരിച്ച് അതിന്റെ വേസ്റ്റ് ഒന്നും നിലത്തിടരുത്, അപ്പൊ എലി വരും. അതൊന്നുമില്ല, ചിക്കന്നെ കഴിയണില്ല. പിന്നെ എങ്ങനെ നിലത്തിടുന്നത്? അപ്പൊ ശരി എന്നാല് ആനുകൂല്യം കിട്ടുന്നത് 4 പോയിന് വരലേ. ഒക്കെ പറയാ. ഇനി കാലിനൊന്ന് പറ്റാണ്ട് നോക്കിക്കോണ്ടി. അത് പ്ലാസ്റ്റിക് കൊട്ട കെട്ടി, പ്ലാസ്റ്റിക് കൊട്ട കെട്ടി എന്തെങ്കിലും കെട്ടിക്കോ. കാലൊക്കെ ഒതുക്കി വെച്ചോട്ടാ. ഇവരൊക്കെ ഇവരുടെ ഔദാര്യത്തില് കഴിയുന്ന മാതിരിയാ നമ്മളൊക്കെ. ഗവൺമെന്റ് ആശുപത്രിയില് സർക്കാരുകാരുടെ ചെലവിൽ ഇവരൊക്കെ അങ്ങോട്ട് വന്ന് ചോദിക്കണത് അവരുടെ കുടുംബത്തിൽ നിന്ന് ശമ്പളത്തിൽ നിന്ന് എടുത്തു തരുന്ന മാതിരിയാ. എന്താ മൂപ്പര ഉങ്ക്, ഞാൻ അതന്നെ അങ്ങോട്ട് വൈകി